ആണവശാസ്ത്രജ്ഞരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി ഇറാനെ ഒരു രീതിയിലും ആയുധ സജ്ജീകരണം കൂടുതൽ ശക്തമാക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇസ്രയേലിൻ്റെ കടന്നുകയറ്റമാണ് ഇപ്പോൾ കാണുന്നത്. ഇറാനും ഇസ്രയേലിനും തമ്മിലുള്ള നേർക്കുനേരുള്ള പോരാട്ടത്തിൽ ഇവിടെ കൃത്യമായി പറഞ്ഞാൽ പശ്ചിമേഷ്യ വെന്തുരുകുകയാണ്. ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ റൂമിലേക്ക് വരെ മിസൈൽ ആക്രമണം നടത്തിയതിൻ്റെ ഭീകര ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. കൃത്യമായി പറഞ്ഞാൽ ടെൽ അവീവിലേക്കും അതുപോലെ തന്നെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലേക്കും തുടരെയുള്ള മിസൈൽ ആക്രമണവും അതുപോലെ തന്നെ ഫൈറ്റർ ജെറ്റ് ലോഞ്ചിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ 90 ലക്ഷം ജനങ്ങളെയാണ് നേരിട്ടത് ബാധിക്കുക. ടെഹ്റാനിൽ ഉള്ള 85 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയാണ് ടെഹ്റാൻ നഗരത്തിൽ കഴിയുന്നത്. ടെലവീവിലാകട്ടെ 5 ലക്ഷത്തിൽ പരം ജനങ്ങൾ. ഇവിടെ എടുത്തു പറയേണ്ടത് അയൺ ഡോമുകൾ, ഇസ്രയേലിന് ഏറ്റവും വലിയ പ്രതിരോധം ഒരുക്കുന്ന അയൺ ഡോമുകൾ ആണ് അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചമായി അവർ കണക്കാക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇറാനെ ഞങ്ങൾ പൂർണ്ണമായും ആക്രമിച്ച് കീഴ്പ്പെടുത്തും, അവർ ഞങ്ങളെ ആക്രമിക്കാൻ തുനിയുന്നതിനു മുമ്പ് തന്നെ അവർ വിവരമറിയും എന്നൊക്കെയാണ്. ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അൽ ഖമനി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള അന്താളിപ്പാണ്. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പുരോഗതി നിങ്ങൾക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങളിത് ചെറുത്തു തോൽപ്പിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇസ്രയേലിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അതിനൂതനമാണ്. അവരുടെ ഇൻ്റലിജൻസ് വിഭാഗമായിട്ടുള്ള മൊസാദ് അവരുടെ ട്രെയിനിങ് എന്ന് പറയുന്ന അത്യാധുനിക രീതിയിലാണ്. എന്നിരധികം പറയുന്നു US പോലും നിരവധിയായ പ്രോഗ്രാമിങ്ങുകൾ ഇസ്രായേലിൻ്റെ പ്രോഗ്രാമിംഗ് വെർഷനുകളാണ്. എന്നാലും ഇറാൻ്റെ ശക്തമായ തിരിച്ചടി പ്രതീക്ഷിക്കുന്നതിലും അധികമായി തന്നെയാണ് കണക്കാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണോ ഫലസ്തീനെ ആക്രമിക്കാൻ ശ്രമിച്ചത് അതുപോലെ അത്ര എളുപ്പമാകില്ല ഇസ്രായേലിന് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. നമുക്കറിയാം ഇറാൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങൾ, അതിൽ നിരവധിയായ രാജ്യങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള അഭിപ്രായവും പറയാതെ മാറി നിൽക്കുക തന്നെയാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണയുമായി രംഗത്ത് വരുമ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത് എന്നത് മറ്റു ചില രാജ്യങ്ങളുടെ കൂടി പിന്തുണ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനങ്ങളെ, അത് ജനവിഭാഗങ്ങളെ ആക്രമിക്കുകയാണ്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ കൃത്യമായും ആണവ ശാസ്ത്രജ്ഞരെയും ആണവ കേന്ദ്രങ്ങളെയും കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ ആക്രമണം നടത്തുന്നതെന്നാണ്. എന്നാൽ ഇറാനിൽ ഇതിനോടൊക്കെ തന്നെ 400-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലിലാണെങ്കിൽ 20ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് ആക്രമണത്തിലൊന്നും കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലാണ്. നമ്മൾ ടെലിവിഷൻ ചാനലുകൾ കാണുമ്പോൾ ഇറാനിലെ കെട്ടിടങ്ങൾ നിന്ന് വെന്തുരുകുന്നത് കൃത്യമായി കാണുന്നുണ്ട്. വലിയ തോതിലുള്ള യുദ്ധ സന്നാഹം തന്നെയാണ് ഇരു രാജ്യങ്ങൾക്കും ഉള്ളത്. അതിൽ സാങ്കേതികപരമായി ഇസ്രായേൽ മുന്നിലാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പിന്നിലല്ല അവരുടെ രീതികൾ. ഭൂവിസ്തൃതി നോക്കിയാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല എങ്കിൽ പോലും ഇറാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്.